ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ആയിരുന്നു ഇന്നത്തെ പരീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു ഹിന്ദി പരീക്ഷ, എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു SSC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ പരീക്ഷാക്കാലത്ത് അത് കഴിഞ്ഞും, അതായത് SSC റിസൾട്ടിൻ്റെ സമയത്തും വാല്യുവേഷൻ സമയത്തും ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ ഇന്ന് നടന്ന ഹിന്ദി പരീക്ഷയെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഹിന്ദി പൊതുവേ നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് എന്നൊന്നും പറയുന്നില്ല. കാരണം ഒരുപാടൊന്നും പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമുള്ളൊരു പരീക്ഷയൊക്കെ പ്രതീക്ഷയായിരിക്കും കുട്ടികൾ പോയിട്ടുണ്ടാവുക. ഇന്ന് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം, ഹിന്ദി എളുപ്പമായിരുന്നു, പക്ഷേ ഒരു പൂർണ്ണമായിട്ടും എളുപ്പമെന്ന് പറയാൻ കഴിയില്ല എന്ന രീതിയിലാണ്. കുറേ കുട്ടികൾ പരീക്ഷ എളുപ്പമായിരുന്നു പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ പറയുന്നത് എളുപ്പമൊക്കെയാണ്. അതായത് ഡിസ്കോഴ്സുകൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ എഴുതാമായിരുന്നു. പക്ഷേ ഈ 1 വേർഡ് ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അത് ഒരു പക്ഷേ മാർക്ക് കുറയ്ക്കുമോ എന്നൊരു പേടിയുണ്ട് എന്ന രീതിയിലാണ്. അതായത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് എഴുതാം, പ്രതീക്ഷ പോലൊക്കെ തന്നെയാണ്. പക്ഷേ ഈ 1 വേർഡ് ചോദ്യങ്ങൾ, 2 മാർക്ക് ചോദ്യങ്ങളൊക്കെയാണ് അല്പം പറ്റിച്ചത്, അല്പം ബുദ്ധിമുട്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും എക്സാം കുഴപ്പമില്ല എന്നൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ 1 വേർഡും 2 മാർക്ക് ചോദ്യങ്ങളുമൊക്കെ തെറ്റുന്നത് A+നെ ബാധിക്കുമെന്നൊരു ആശങ്ക കുട്ടികൾക്കിടയിലുണ്ട്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഏതായാലും ഈ എക്സാം കഴിഞ്ഞു, ബാക്കിയുള്ള എക്സാമുകൾക്ക് പഠിക്കുക. പൊതുപ്രതികരണം ഒരുപാട് കുട്ടികൾക്ക് ഈസിയൊക്കെയാണ്, എങ്കിലും ഒരുപാട് കുട്ടികൾ ഈ രീതിയിലും പറയുന്നുണ്ട്. ഇങ്ങനെ 1 വേർഡും 2 മാർക്ക് ചോദ്യങ്ങളൊക്കെ ഇപ്പം ബുദ്ധിമുട്ടായത് ഒരു ഇത്തിരി നിരാശ നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പൊതുവേ കുഴപ്പമില്ല എന്നൊരു അഭിപ്രായത്തിലേക്കാണ് അവരൊക്കെ എത്തുന്നത്. ഓക്കെ, താങ്ക് യു.